അടുത്ത ചോദ്യം, ആത്മഹത്യ ഹിന്ദുക്കൾക്കിടയിൽ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഹിന്ദു മതത്തിൽ ഈ പറയുന്ന പ്രവണത അധികമായി വരുന്നുണ്ട്. അതിലും ഭാരതത്തെ എടുത്തു പറയുകയാണെങ്കിൽ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്ത് ഇതാണ് ഈ ആത്മഹത്യാ പ്രവണത ഏറ്റവും അധികമുള്ളതായിട്ടും കാണപ്പെടുന്നുണ്ട്. അപ്പം അതിന് പല കാരണങ്ങൾ നമുക്ക് പറയാം. സാമൂഹ്യമായിട്ടുള്ള കാരണങ്ങളും കുടുംബപരമായിട്ടുള്ള കാരണങ്ങളും ജോലിപരമായിട്ടുള്ള കാരണങ്ങളും അതുപോലെ തന്നെ മറ്റ് പല വിദ്വേഷങ്ങളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാരണം അതിൽ കാണാവുന്നത് ഈ എന്താ പറയുക മയക്കുമരുന്നുകൾക്ക് അടിമയാകുന്ന ഒരവസ്ഥ. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം ഇതെല്ലാം ഇത്തരം പ്രവണതകൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതിന് അതുപോലെ തന്നെ ആഹാര രീതികളിലുണ്ടായ മാറ്റവും മനുഷ്യ മനസ്സിനെ വല്ലാതെ അലട്ടിയിരിക്കുന്നു. സഹിഷ്ണുത എന്ന ഭാവമില്ല. പെട്ടെന്ന് തന്നെ മനുഷ്യൻ വയലൻ്റ് ആകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റായിട്ട് മാനസികമായിട്ട് തളർന്നു പോകുന്ന അവസ്ഥ, ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥ, ഇതെല്ലാം നമ്മുടെ ആഹാര രീതികളിലുള്ള വന്ന മാറ്റത്തിനും ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ ഈ അടുത്ത കാലങ്ങളിലുണ്ടായ അല്ലെങ്കിൽ ഈ ഒരു 30-40 വർഷം നമ്മളെടുത്താൽ ആ സമയത്തുണ്ടായ നമ്മുടെ സാമൂഹ്യമായ മാറ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഹിന്ദു ധർമ്മത്തിൽ നമ്മുടെ ധർമ്മപരമായിട്ടുള്ള കാര്യങ്ങളുടെ ബോധം ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ ഡയറക്റ്റ് സഹായിക്കുന്ന രീതിയിലുള്ള ബോധമില്ല. അപ്പോൾ നമ്മുടെ ദുരഭിമാനം കൊണ്ട് നമ്മൾ സ്വാഭിമാനം എന്ന് പറയുന്ന അതിൻ്റെ മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ മറ്റൊരു വശമാണ് ഈ ദുരഭിമാനം എന്നത്. അപ്പോൾ നമ്മുടെ ദുരഭിമാനം കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുകയും നമുക്ക് വേണ്ട സഹായം കിട്ടുന്ന തലങ്ങളിൽ പോയിട്ട് നമ്മൾ അതിനെ സംസാരിച്ച് അതിന് സമാധാനം കണ്ടെത്താനും നമ്മൾ ശ്രമിക്കുന്നില്ല പലപ്പോഴും. അപ്പോൾ ധാർമ്മികമായ ബോധമില്ലാത്തത് കൊണ്ട്, ധാർമ്മികമായ ബോധം എന്ന് പറഞ്ഞാൽ കുറച്ച് ഈശ്വരഭക്തി, നമ്മൾ നിത്യവും ചെയ്യേണ്ട ചില പ്രാർത്ഥനകൾ. അപ്പോൾ ഈ നിത്യവും ചെയ്യുന്ന പ്രാർത്ഥനകളിൽ നമ്മുടെ മനസ്സിൻ്റെ സമ്മർദ്ദം വളരെ റിലാക്സ് ആകുന്നൊരവസ്ഥയുണ്ട്. മറ്റു മതങ്ങളിൽ അവർക്ക് നിത്യ പ്രാർത്ഥന ഏതെങ്കിലും രീതിയിലുള്ളത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ബോധം അവർക്കുണ്ട്. അപ്പോൾ ആ ബോധം നമുക്ക് കുടുംബങ്ങളിലില്ല. ഈശ്വര സങ്കല്പത്തെക്കുറിച്ചൊരു ശരിയായ ബോധം നമുക്കില്ല. അതിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രയോജനത്തെക്കുറിച്ചൊരു ബോധം നമുക്ക് തരാനാളില്ല. നിത്യകർമ്മങ്ങളെക്കുറിച്ച് ബോധമില്ല. ഭക്ഷണങ്ങളുടെ ഏത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു എന്താ പറയുക, ആ ഒരു വ്യാവഹാരിക ബോധം പോലും നമുക്കില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തൊക്കെയോ ചെയ്ത് ധനം സമ്പാദിക്കണം, എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കണം എന്നുള്ള ഒരു ഏക ലക്ഷ്യമല്ലാതെ മറ്റൊന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മുടെ സമൂഹത്തെ തളർത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ടും അതുപോലെ കർമ്മപരമായിട്ട്, ഇപ്പോൾ നമുക്ക് ജോലിപരമായിട്ട് ബന്ധപ്പെട്ടും സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും വൈയക്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഏറ്റവും എടുത്തു പറയേണ്ടത് ലഹരികൾക്ക് അടിമയാകുന്നു എന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പോൾ ഈ ലഹരിക്ക് അടിമയാകുന്ന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഹരി ഏറ്റവും കൂടുതൽ എല്ലാ തരത്തിലുള്ള ലഹരികൾക്കും അടിമയായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഹിന്ദു സമൂഹം. അത് മറ്റ് മതങ്ങളിൽ ഇപ്പോൾ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും അവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലയെന്നില്ല പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ ഈ രീതിയിൽ ലഹരിക്ക് അടിമയായിട്ട് പോയി മാനസികമായിട്ട് തകർന്ന് ശാരീരികമായിട്ട് തകർന്നു പോകുന്നൊരു സ്ഥിതി വേറെ എവിടെയുമില്ല. കാരണം ഈ പറയുന്ന ധാർമ്മിക ബോധം അല്ലെങ്കിൽ ആ ഒരു മതപരമായിട്ടുള്ള ഒരു ചിട്ട ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ആണ് നമ്മുടെ ഹിന്ദു മതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വ്യക്തമായിട്ട് നമുക്കതിന് കാരണമായിട്ട് പറയാൻ കഴിയുക. അപ്പോൾ അതിന്
പരിഹാരമുണ്ടാക്കണം. ഈ ലഹരിയുടെ ബോധത്തെക്കുറിച്ച് ചെറുപ്പക്കാരെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്നാണ് ഈ ആത്മഹത്യയുടെ ഈ ഒരു ടെൻഡൻസി തന്നെ ഉണ്ടാകുന്നത് ചെറുപ്പകാലത്തെ ജീവിതത്തിൽ നിന്നാണ്. അപ്പോൾ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് രണ്ടാമത് വീണ്ടും ഉയരുന്നത്. ധനപരമായിട്ടുള്ള ഇപ്പോൾ ജോലിയില്ലായ്മ വരുന്നത് കുറേ ആത്മഹത്യകൾക്ക് കാരണമാകുന്നു. കടം വന്നു കയറുന്നത് തീർച്ചയായിട്ടും ആത്മഹത്യക്ക് കാരണമാകുന്നു. അതുപോലെ പരസ്പര വിദ്വേഷങ്ങൾ, അതിയായിട്ടുള്ള വിദ്വേഷങ്ങൾ, ഹറാസ്മെൻറ്റ്, ഇതൊക്കെ ആത്മഹത്യക്ക് കാരണമാകുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു മൊത്തത്തിൽ നമ്മൾ കാരണം നോക്കിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണങ്ങളൊന്നും ബാഹ്യമായിട്ട് വരുന്നതല്ല. അതായത് നമ്മളുമായിട്ട് ബന്ധപ്പെടാതെ ബാഹ്യമായിട്ട് വരുന്നതല്ല, എവിടുന്നും വന്നു ചേരുന്നതല്ല. അത് നമ്മൾ തന്നെ നിഹിതമാണ്, നമ്മളാണ് അതിൻ്റെ കാരണം. അപ്പം സ്വയം തന്നെയാണ് അതിൻ്റെ കാരണം, സ്വയം തന്നെയാണ് ആ കാരണത്തിന് നിവാരണം കണ്ടുപിടിക്കേണ്ടത്. അപ്പം അത് ചിന്തിച്ചു വേണം നമ്മൾ ഈ സമൂഹത്തെ ഉയർത്തുന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ആത്മഹത്യാ പ്രവണത ഒരു വലിയ പ്രശ്നമാണ്. അത് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാരണമായിട്ടും കുറേ പ്രശ്നങ്ങൾ അനാവശ്യമായിട്ട് ക്രിയേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലും ഒരു സംയമനം ഉണ്ടാകേണ്ടതുണ്ട്, സഹിഷ്ണുത ഉണ്ടാകേണ്ടതുണ്ട്, ഒരു പെരുമാറ്റ ചട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ വരുമ്പോൾ എവിടുന്നാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ വരുന്നു. അപ്പോൾ അമിതമായ രീതിയിൽ ലഹരിക്കും മറ്റും അടിമയാവുന്നത് കൊണ്ട് പിന്നെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. സ്വാഭിമാനവും ദുരഭിമാനവും ഒക്കെ കൊണ്ട് ഇത്തരം പ്രവണതയിലേക്ക് മനുഷ്യൻ നീങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതിന് ഒരു ലോങ് ടൈം സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മപരമായിട്ടുള്ള ജ്ഞാനം കൊണ്ടുവരികയും അതുപോലെ ഈശ്വരഭക്തിയും മറ്റ് സഹായങ്ങൾ, എത്രയോ പേര് ഈശ്വരഭക്തിയിലേക്ക് വന്നതുകൊണ്ട് ഇത്തരം പ്രവണതയിൽ നിന്ന് പുറത്തു വന്നതായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ അത്തരം കുറച്ചെങ്കിലും ഈശ്വരഭക്തിയോടുകൂടിയും ആ ഭാവത്തോടു കൂടിയും ജീവിക്കുന്നവർ ഇത്തരം പ്രവണതയിലേക്ക് പോകുന്നില്ല എന്നും അതിന് അവരെന്തെങ്കിലും ഒരു സമാധാനവും ഇതും കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കൗൺസിലിങ് നമുക്ക് ആവശ്യമാണ്, നമ്മുടെ മതത്തിന് ആവശ്യമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്.